കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട ഹർജികൾ ഇന്ന് മദ്രാസ് ഹൈക്കോടതി പരിഗണിക്കും. അപകടത്തിന് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് TVK നൽകിയ ഹർജികളിൽ വാദം മധുര ബെഞ്ചാണ് തുടരുക. ഹൈക്കോടതിയിലെ മധുര ബെഞ്ചിലാണ് കേസ് വരുന്നത്. TVK നേതാക്കളായ N. ആനന്ദ്, നിർമ്മൽ കുമാർ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയും കോടതിയുടെ പരിഗണനയിലാണ്. CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ നേതൃത്വത്തിലുള്ള സംഘം കരൂറിൽ എത്തിയിട്ടുണ്ട്. ദിലീപ് കുമാർ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് തത്സമയം ചേരുന്നു. അതുപോലെ ചെന്നൈയിൽ നിന്ന് മുഹമ്മദ് റഗീസ് കൂടി ചേരുന്നു. ദിലീപ്, തമിഴ്നാട് രാഷ്ട്രീയത്തിലെ കരൂർ സംഭവം വല്ലാത്ത സ്വാധീനമാണ് ഉണ്ടാക്കുന്നത്. BJP പരമാവധി വിജയ് ക്യാമ്പിനെ തങ്ങളോട് അടുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ അപകടത്തിൽ വീഴാതിരിക്കാൻ പരമാവധി MK സ്റ്റാലിനും ശ്രമിക്കുന്നു. തമിഴ്നാട് രാഷ്ട്രീയം ഇളകി മറിയുന്നു ഈ കരൂർ സംഭവത്തിൽ. ഗുഡ് മോർണിംഗ്, പറയൂ ദിലീപ് കുമാർ. ഗുഡ് മോർണിംഗ് SKN. ഇന്ന് തമിഴ്നാട് സർക്കാരിനെ സംബന്ധിച്ചും വിജയെ സംബന്ധിച്ചും നിർണായകമായ ദിവസമാണ്. രണ്ട് ഹർജികൾ മദ്രാസ് ഹൈക്കോടതി ഇന്ന് റാലിയുമായി ബന്ധപ്പെട്ട് പരിഗണിക്കുന്നുണ്ട്. അതോടൊപ്പം മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് TVK നേതാക്കളുടെ ജാമ്യാപേക്ഷയും പരിഗണിക്കുന്നുണ്ട്. മുൻകൂർ ജാമ്യാപേക്ഷയാണ് പരിഗണിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മദ്രാസ് ഹൈക്കോടതിയുടെ ജസ്റ്റിസ് സെന്തിൽകുമാറിന്റെ ബെഞ്ച് പരിഗണിക്കുന്ന ഹർജികൾ അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, ഒരു പൊതുതാൽപര്യ ഹർജിയാണ്. ആ പൊതുതാൽപര്യ ഹർജിയിൽ ആവശ്യപ്പെടുന്നത് ഇത്തരം റാലികൾക്ക് ഒരു SOP, ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ, ഇതിനൊരു മാർഗരേഖകൾ ഈ റാലികൾ നടത്തുന്നത് സംബന്ധിച്ച് അത് DGPയോ ചീഫ് സെക്രട്ടറിയോ പുറത്തിറക്കുന്നത് വരെ ഇത്തരം റാലികൾ നിരോധിക്കണം, അത് തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പൊതുതാൽപര്യ ഹർജിയാണ് ഒന്ന് പരിഗണനയ്ക്ക് വരുന്നത്. മറ്റൊന്ന്, CBI അന്വേഷണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നിഷ്പക്ഷ ഏജൻസികളെ കൊണ്ടുള്ള അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് TVK തന്നെ നൽകിയിട്ടുള്ള ഹർജിയുണ്ട്. ഈ രണ്ട് ഹർജികളും ഇന്ന് മദ്രാസ് ഹൈക്കോടതി പരിഗണിക്കുകയാണ്. നേരത്തെ ജുഡീഷ്യൽ കമ്മീഷനെ തമിഴ്നാട് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് പ്രഖ്യാപിച്ചിരുന്നതാണ്, നിയോഗിച്ചിരുന്നതാണ്. പക്ഷേ ഈ ജുഡീഷ്യൽ കമ്മീഷനെ കൊണ്ട് മതിയാകില്ല ഇത്തരം അന്വേഷണം, അത് നിഷ്പക്ഷമാകില്ല എന്നാണ് TVK ആരോപിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു സ്വതന്ത്ര ഏജൻസി ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തണം എന്ന് TVK ആവശ്യപ്പെടുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ മദ്രാസ് ഹൈക്കോടതി എന്ത് നിലപാടാണ് എടുക്കാൻ പോവുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന്, മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് TVKയുടെ ജനറൽ സെക്രട്ടറി ബുസി ആനന്ദിൻ്റെയും അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി CT നിർമ്മൽ കുമാറിൻ്റെയും മുൻകൂർ ജാമ്യാപേക്ഷ ഇതുമായി ബന്ധപ്പെട്ട് പരിഗണിക്കുന്നുണ്ട്. അക്കാര്യത്തിലും എന്ത് നിലപാടായിരിക്കും മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് എടുക്കാൻ പോകുന്നത് എന്നത് ഇനി അറിയാനിരിക്കുന്നതേ ഉള്ളൂ. ഏതായാലും തമിഴ്നാട് രാഷ്ട്രീയം ഈ കരൂർ സംഭവത്തിന് ശേഷം കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ കരൂരിൽ ഈ തിക്കിലും തിരക്കിലും പെട്ട് 41 പേർ മരണമടയുകയും വിജയുടെ റാലി പിന്നീട് ഇപ്പോൾ അത് സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പ് ഇന്നലെയാണ് വന്നത്. 2 ആഴ്ചത്തേക്ക് നിർത്തിവെക്കുന്നത് സംബന്ധിച്ച അറിയിപ്പ് TVKയുടെ ഭാഗത്തു നിന്നുണ്ടായി. അതിന് തൊട്ടു മുമ്പ് വിജയ് തന്നെ ഒരു വീഡിയോ പുറത്തിറക്കിയിരുന്നു. അതിൽ തന്നെ വേണമെങ്കിൽ വേട്ടയാടിക്കൊള്ളൂ, തൻ്റെ പ്രവർത്തകരെ വേട്ടയാടരുത് എന്ന കാര്യം വിജയ് ആ വീഡിയോയിൽ പരാമർശിച്ചിരുന്നു. ഏതായാലും വിജയ്ക്കെതിരെ ഇപ്പോൾ നടപടിയെടുക്കുന്നത് തമിഴ്നാട് സർക്കാർ ആലോചിച്ചിട്ടില്ല. അങ്ങനെ ഒരു മുതിർന്ന പാർട്ടിയുടെ ഏറ്റവും ഉയർന്ന നേതാവ്, ആ ഉയർന്ന നേതാവിനെതിരെ നടപടിയെടുക്കുന്നത് അത് മറ്റൊരു തരത്തിൽ രാഷ്ട്രീയപരമായ ചില ആരോപണങ്ങൾക്ക് വഴിയൊരുക്കിയേക്കും. അത് BJPക്ക് ഗുണകരമാകും, അവർക്കത് മുതലെടുക്കാൻ വഴിയൊരുക്കുമെന്ന വിലയിരുത്തലാണ് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനുള്ളത് എന്നാണ് അറിയുന്നത്. അങ്ങനെ സ്റ്റാലിൻ്റെ നിർദ്ദേശപ്രകാരമാണ് വിജയെ ഇതിൽ പ്രതിയാകാത്തത് എന്ന വിമർശനം ഒരു വശത്തുണ്ട്. അത് പ്രത്യേകിച്ച് VCKയുടെ നേതാവ് തോൾ തിരുമാളവനടക്കം ഇക്കാര്യത്തിൽ പരസ്യമായ ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു. വിജയിയെ പ്രതിയാക്കാതെ എന്തിനാണ് ഇത്തരത്തിലൊരു ചെറിയ നേതാക്കളെ പ്രതിയാക്കുന്നത് എന്ന വിമർശനമാണ് VCKയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അത് തമിഴ്നാട് സർക്കാരിൻ്റെ ഒരു കൈകഴുകൽ പ്രക്രിയ മാത്രമാണ്, അല്ലാതെ യഥാർത്ഥ പ്രതികളിലേക്ക് എത്തുന്നില്ല എന്ന ആരോപണം ഈ നിലയിലുള്ള ചില ചെറിയ പാർട്ടികളൊക്കെ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. മദ്രാസ് ഹൈക്കോടതി ഇന്ന് ഇക്കാര്യത്തിലൊക്കെ എന്ത് നിലപാടെടുക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. SKN. താങ്ക് യു ദിലീപ് കുമാർ. തമിഴ് വെട്രി കഴകം നേതാവ് വിജയ്ക്ക് കുരുക്കു മുറുകുമോ എന്ന കാര്യത്തിലുള്ള വിവരങ്ങളൊക്കെ ഇന്ന് അറിയാം. ചെന്നൈയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി റഹീസ് ചേരുകയാണ്. മുഹമ്മദ് റഹീസ്, ഗുഡ് മോർണിംഗ്. റഹീസ്, ആരാധക ലക്ഷങ്ങളുള്ള വിജയ്ക്ക് ശരിക്കും അടവ് പിഴച്ചോ എന്ന് സംശയം പല കോർണറുകളിൽ ഉയരുന്നുണ്ട്. എന്നാൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കൊക്കെ ഒരുപാട് കൺഫ്യൂഷനുണ്ട്. വിജയെ പോലെ ജനസ്വാധീനമുള്ള ഒരു നടനെ പ്രകോപിപ്പിക്കാനും ജനങ്ങളെ അവർക്കെതിരാക്കുവാനും പലരും തയ്യാറാകുന്നില്ല. ഈ ചെന്നൈയിലെയും പരിസര ജില്ലകളിലെയും ഒക്കെ തന്നെ ഗ്രൗണ്ട് റിയാലിറ്റി ഇപ്പോൾ എന്താണ് മുഹമ്മദ് റഹീസ്?
SKN വെരി ഗുഡ് മോർണിംഗ്. സത്യം പറഞ്ഞാൽ ഈ പുറമേ ഉള്ള വിജയോടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ വിമർശനം, അവരുടെ എതിർപ്പ് ഒന്നും സത്യത്തിൽ അണ്ടർഗ്രൗണ്ടിൽ ഇല്ല എന്ന് വേണം പറയാൻ. ഏത് തരത്തിലുള്ള ആളുകളോടുള്ള പ്രതികരണം ചോദിച്ചാലും അത് സ്വാഭാവികമായി ഉണ്ടായിപ്പോയൊരു അപകടമാണ്. ഈ വിജയുടെ പാർട്ടി അതിൽ അവരുടെ പോലീസിന്റെ നിർദ്ദേശങ്ങളൊക്കെയും ലംഘിച്ചു. പക്ഷേ അതിനപ്പുറത്തേക്ക് അത് വിജയ് നേരിട്ട് നടത്തിയ ഒരു ആക്രമണമോ അല്ലെങ്കിൽ അദ്ദേഹം കരുതിക്കൂട്ടി ചെയ്ത ഒന്നോ അല്ലല്ലോ എന്നാണ് ഈ ജനങ്ങളൊക്കെയും പറയുന്നത്. അങ്ങനെ ഒരു 90% ജനങ്ങളും സത്യത്തിലും ഇപ്പോഴും വിജയ് അല്ല ഇതിന് പിന്നിൽ, അല്ലെങ്കിൽ വിജയ്ക്ക് ഇതിൽ വലിയ റോളൊന്നുമില്ല, സംഭവിച്ചു പോയൊരു ദുരന്തമാണ്, അദ്ദേഹത്തിനെ പ്രതിസ്ഥാനത്ത് നിർത്തണ്ട എന്നുള്ളൊരു നിലപാടിലാണ്. അതൊക്കെ കൂടിക്കൊണ്ടാണ് സത്യത്തിൽ ഈ DMK സർക്കാർ വിജയ്ക്കെതിരെ കേസെടുക്കാൻ വലിയ തോതിൽ അങ്ങോട്ട് തയ്യാറാകാത്തതും മുഖ്യമന്ത്രി തന്നെ ഇടപെട്ടുകൊണ്ട് വിജയ്ക്കെതിരെ തൽക്കാലം കേസ് വേണ്ട, അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ള വലിയൊരു മാനം നൽകും, അത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയാകും എന്നൊക്കെ പറയുന്നത്. വിജയ്ക്ക് പൊളിറ്റിക്കലി ഉള്ള ഒരു സ്വീകാര്യതയ്ക്ക് അപ്പുറം SKN സൂചിപ്പിച്ചതുപോലെ ഒരു താരം എന്നുള്ള സ്വീകാര്യത തമിഴ്നാട്ടിലുണ്ട്. അതിനപ്പുറം നമ്മ വീട്ടു പയ്യൻ എന്നുള്ള ഒരു ലേബൽസ് ആണ് സത്യത്തിൽ വിജയ്ക്കുള്ളത്. വിജയും എപ്പോഴും ആളുകളോട് പറയുന്നത് അങ്ങനെ തന്നെയാണ്, നിങ്ങളുടെ വീട്ടിലെ പയ്യനാണല്ലോ ഞാൻ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ തന്നെയാണ് സ്വീകരിക്കുന്നത്. ഈ രാഷ്ട്രീയ പാർട്ടികളൊന്നും വിജയെ അത്തരത്തിൽ അങ്ങോട്ട് കടന്നാക്രമിക്കുന്നുമില്ല. അതിൽ CPM ഒഴികെ, തമിഴ്നാട് CPM, ഇപ്പോൾ VCK, ഈ രണ്ട് പാർട്ടികൾ ഒഴികെ മറ്റാരും വിജയ് അങ്ങോട്ട് കാര്യമായി ആക്രമിക്കാനും ശ്രമിക്കുന്നില്ല. കാരണം നാളെ തങ്ങൾക്കൊപ്പം എത്തേണ്ടയാൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവരിൽ നിന്ന് കുറച്ച് വോട്ട് കൂടി പിടിച്ചെടുക്കണം, വിജയെ കടന്നാക്രമിച്ചുകൊണ്ട് അത് ഇല്ലാതാക്കേണ്ട എന്നൊക്കെ തീരുമാനിച്ച് അത്തരത്തിലുള്ള നിലപാടുമൊക്കെ ആയിട്ട് പോകുന്ന പാർട്ടികളാണ് പ്രധാനമായിട്ടും ഇവിടെ ഉള്ളത്. അങ്ങനെ ഒരു 7 മാസം 8 മാസം മാത്രം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വിജയ് ആയിട്ട് ഉണ്ടാക്കിയ ഒരു മൊമെന്റം അദ്ദേഹമായി മേൽത്തട്ടിലെങ്കിലും കളഞ്ഞിട്ടുണ്ട്. വിജയ്ക്ക് ഇനി മുൻപത്തെ പോലെ സ്ത്രീ സുരക്ഷയെ പറ്റിയോ കുട്ടികളുടെ സുരക്ഷയെ പറ്റിയിട്ടോ ഒന്നും പറയാൻ കഴിയില്ല. കാരണം സ്ത്രീകളും കുട്ടികളുമായിട്ടുള്ള ഒരു 10-28 പേരാണ് ഈ മരിച്ച 41 പേരിലുള്ളത്. അപ്പോൾ അങ്ങനെ അത്രയും പേർ മരിക്കുമ്പോൾ വിജയ്ക്ക് ഇനി അക്കാര്യം പറയാൻ കഴിയില്ല. അങ്ങനെ കുറേ വിഷയങ്ങളിൽ വിജയ്ക്ക് ഇനി കുറച്ചുനാളെങ്കിലും ഓപ്പണായി പ്രതികരിക്കാൻ കഴിയില്ല. അപ്പോൾ ആ സന്ദർഭം മുതലാക്കിയാൽ മതി, അല്ലാതെ വിജയെ കടന്നാക്രമിച്ചുകൊണ്ട് എന്തെങ്കിലും, ഇപ്പോൾ വിജയ് ഉണ്ടാക്കിയിരുന്ന എഡ്ജ് അദ്ദേഹം തന്നെ കളഞ്ഞ് ആ പന്ത് DMKയുടെ കോർട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അതിനി പെട്ടെന്ന് തിരികെ നൽകണ്ട എന്നുള്ളൊരു തീരുമാനത്തിലാണ് DMK ഉള്ളത്. അതാണ് അവരുടെ ടാക്ടിക്കൽ നയം എന്നുകൂടി അവർ പറയുന്നുണ്ട്. മറിച്ച് ഇന്ന് കോടതി നടത്തുന്ന പരാമർശങ്ങൾക്ക് ശേഷം സ്വാഭാവികമായിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്ന് നീക്കമുണ്ടാകും. അത് പോലീസിനെ ഏതൊക്കെ തരത്തിൽ വിമർശിക്കുന്നു എന്നതുകൂടി കണക്കിലാക്കിയായിരിക്കും. പോലീസിനെ കടുത്ത വിമർശനം ഉന്നയിച്ചാൽ അത് പിന്നീട് അവർ വിജയ്ക്ക് കൂടിയൊക്കെ എതിരെ കേസെടുത്ത് വിജയെ കൂടി അറസ്റ്റ് ചെയ്യുന്ന നിലയിലേക്കൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോകും. അത് തമിഴക രാഷ്ട്രീയത്തിൽ വലിയ ചലനമുണ്ടാക്കും, വലിയ ചർച്ചയുണ്ടാക്കും. അതിനുശേഷം ഈ പറയുന്ന വിജയുടെ പാർട്ടിക്കാരും ആരാധകരുടെയും ഒക്കെ പ്രതികരണവും അവരുടെ നിരത്തിലിറങ്ങിയുള്ള തരത്തിലുള്ള പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ കൂടി സർക്കാർ നേരിടേണ്ടി വരും, അവർ കാണേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കരുതി കൂട്ടിയിട്ടുള്ളൊരു നീക്കമാണ് നടത്തുന്നത്. പ്രധാനപ്പെട്ട 3 ഹർജികളാണുള്ളത്. ആ 3 ഹർജികളിലും വരുന്ന വിധികൾ എന്തായാലും വളരെ നിർണായകമാകും. ഈ N ആനന്ദും നിർമ്മൽ കുമാറും നൽകിയിരിക്കുന്ന മുൻകൂർ ജാമ്യാപേക്ഷയൊക്കെ തള്ളിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവരെ അറസ്റ്റ് ചെയ്യുമെന്ന് തന്നെയാണ് പോലീസ് വൃത്തങ്ങൾ ഇന്നലെ രാത്രിയും സൂചിപ്പിക്കുന്നത്. എന്തായാലും അതിനിർണായകമായിട്ടുള്ള ദിനമാണ് വിജയ്ക്കും TVKയ്ക്കും. SKN. ഓക്കെ, താങ്ക് യു. റഹീസാണ് ചെന്നൈ വിവരങ്ങളുമായി ചേർന്നത്. ശരിക്കും BJPക്ക് വിജയുമായി അടുക്കണം എന്ന് താല്പര്യമുണ്ട്. തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ ജാതകം തങ്ങളുടെ കൈകളിലാക്കണമെന്ന് BJP ആഗ്രഹിക്കുമ്പോൾ അതിനുപറ്റി എളുപ്പവഴി വിജയായിരുന്നു. തമിഴക വെട്രി കഴകത്തെ കൂടെ നിർത്തിയാൽ തീർച്ചയായിട്ടും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ തങ്ങൾക്ക് സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുമെന്ന കണക്കൂട്ടലിലാണ് കരൂർ സംഭവത്തിന് ശേഷം വിജയെ കോൺടാക്ട് ചെയ്യാനൊക്കെ BJP നേതാക്കന്മാർ ശ്രമം നടത്തിയത്. എന്നാൽ ഈ അപകടത്തിന് മുന്നിൽ മുഖമിടിച്ചു വീഴാൻ വിജയ് തയ്യാറായില്ല എന്ന് മാത്രവുമല്ല, ഇപ്പോഴും ആഴത്തിൽ വിജയ് ആരാധകർ ലക്ഷങ്ങൾ ബാക്കി നിൽക്കുമ്പോൾ കടുത്ത വെല്ലുവിളിയാണ് വിജയ് ഉയർത്തുന്നത്. കാരണം വിജയ്ക്കൊരു ഇന്നസെൻ്റായ രീതിയുണ്ട്, പക്ഷേ രാഷ്ട്രീയ പരിചയമില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ പരിമിതി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹം വളരെ സംശുദ്ധി സൂക്ഷിക്കുന്ന ഒരാളാണ്. എത്രയോ തവണ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്കൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കൃത്യമായി നികുതി അടച്ച് സിനിമാ ജീവിതം നയിക്കുന്ന വിജയ് ഒരുപക്ഷെ ജനങ്ങൾക്ക് ഗുണകരമാകുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരാൾ തന്നെയാണ്. പക്ഷേ അദ്ദേഹം ഭരണപരിചയമുള്ളതും പൊതുരംഗത്ത് പ്രവർത്തിച്ചവരുമായ ഒരുപാട് ആൾക്കാരെ കൂടെ കൂട്ടേണ്ട ആവശ്യകതയുണ്ട് എന്നാണ് ഈ കരൂർ സംഭവമൊക്കെ നമ്മളെ ബോധ്യപ്പെടുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.